PSC കുറച്ച് നീതി പാലിച്ചായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ എടാ ഒറ്റയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓഡ് 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക. 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട്. മൊത്തം 4 സംഖ്യകൾ തന്നാൽ അതിൽ 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട്. ആ സ്വഭാവം ഇല്ലാത്തവനാണ് ഒറ്റയാൻ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുകയാണ്. അതായത് ചില ക്വസ്റ്റ്യൻസ് വന്ന വഴിയൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഘട്ടം പരീക്ഷയിലേക്ക് പോകേണ്ട ആൾക്കാരാണ് നമ്മൾ, അല്ലെ? ഇപ്പൊ LDC പരീക്ഷയുടെ സീസൺ നടക്കുകയാണ്. അപ്പൊ LDC ഇപ്പൊ 3 ഘട്ടം പരീക്ഷ കേരള PSC നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ പരീക്ഷയുടെയും ട്രെൻഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകളുടെ എല്ലാം ക്വസ്റ്റ്യൻസ് കൃത്യമായി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും വന്ന സോഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെ? അതെല്ലാം വന്ന ഒരു രീതി എങ്ങനെയാണ്, അതിന്റെ ഒരു പാറ്റേൺ എന്താണ്, കൃത്യമായി നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീസണിൽ നമ്മൾ ഈ 3-ാം ഘട്ടം പരീക്ഷയിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങളുടെ ഒരു ഓർഡർ, ക്രമീകരണം എന്ന് പറയുന്നത് ആദ്യത്തെ പരീക്ഷയിൽ ഒഴികെ മറ്റു പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടില്ല, സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ക്രമം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടാമത്തെ പരീക്ഷ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് പരീക്ഷ എടുക്കുമ്പോൾ അതിനകത്ത് ജോമെട്രി ചോദ്യങ്ങൾ അല്ലെങ്കിൽ മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു. 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 5 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജോമെട്രി ക്വസ്റ്റ്യൻസ് മാത്രം. അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തത്. 9-ാം ക്ലാസ്സിൽ നിന്ന് മാത്രം 3 ചോദ്യങ്ങൾ ആ ഒരു ക്രമത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു പരീക്ഷയിൽ മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് ഒരു ചോദ്യം പോലും വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇപ്പോ ഫസ്റ്റ് ഫേസ് തിരുവനന്തപുരം പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് ക്വസ്റ്റ്യൻസിനകത്ത് വ്യത്യസ്തത ഉണ്ടായിരുന്നു, അല്ലെ? ടോപ്പിക്ക് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെ? എന്നാൽ എല്ലാ ടോപ്പിക്കുകളോടും എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നില്ല. മാത്രമല്ല ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിലവാരത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു LDC പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ചോദ്യമല്ല അവിടെ കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു കുറ്റമായിട്ടല്ല. എന്നാലും നമ്മളിപ്പോ മറ്റു ഫേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഫേസിലെ ചോദ്യങ്ങൾ ഒരുവിധം നിലവാരത്തിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസിനോട് ഒരു കൂറ് പുലർത്തി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ 3-ാമത്തെ ഘട്ടം പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ നോക്കുമ്പോഴും നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് ഒരു SCERT അതിപ്രസരം പ്രതീക്ഷിച്ച് ചെല്ലുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ SCERT ആയിട്ട് ബന്ധപ്പെട്ട ഒരു അതിപ്രസരവും നമ്മൾ കണ്ടില്ല. എന്നാൽ മുൻകാലങ്ങളിലെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട്, അല്ലെ, ഇപ്പൊ നമുക്ക് സിലബസിൽ തന്നെ പറഞ്ഞിട്ടില്ലാത്ത ചില ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അറിയാലോ. A+B² A-B² അങ്ങനെയൊക്കെ വരുന്ന തരത്തിലുള്ള ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഐഡന്റിറ്റീസുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് 2 എണ്ണം ആദ്യമേ തന്നെ ഇങ്ങ് കിട്ടി. മാത്രമല്ല അതൊന്ന് ഇരുത്തി ചിന്തിക്കാൻ കഴിവില്ലാത്ത, വെറുതെ ഇപ്പൊ മാത്സ് പഠിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നതാണ്, നമ്മളിപ്പോ മാത്സ് ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കാര്യം എന്താണ്, അവിടെ പറയുന്ന കാര്യം എങ്ങനെ വന്നു എന്ന് കൃത്യമായി നോക്കി പഠിക്കുന്ന ഒരാളിന് മാത്രമേ ഈ ചോദ്യത്തെ ഒന്ന് തിരിച്ചു ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റൂ. ശരിയല്ലേ? ആ ഒരു വീഴ്ച നമ്മുടെ ഈ തേർഡ് ഫേസ് എഴുതിയ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാര്യം അറിയാം, എന്താ സംഭവം എന്ന് ചോദ്യം കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താന്ന് മനസ്സിലായില്ല, അല്ലെ? അതിനുള്ള ക്ഷമയും ഇല്ല. നമുക്ക് ഏതാണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ഒന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാനായി എഴുതി നോക്കിയിരുന്നുവെങ്കിൽ ഉത്തരം കിട്ടിയേനെ. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു, അല്ലെ? അപ്പൊ ആ ചോദ്യങ്ങൾ വന്ന വഴി എന്താണ്, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇനി അടുത്ത പരീക്ഷയിൽ എന്ത് പ്രതീക്ഷിക്കണം, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത പരീക്ഷയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിയ ശേഷം പറയാം. ഓക്കെ, അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ തന്നെ പ്രസംഗിച്ചു തീർത്തു. എന്താന്ന് വെച്ചാലേ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ട്രെൻഡ് എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെന്താന്ന് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവസാനം പറയാം. അപ്പോ ആദ്യം നമുക്ക് ഈ ഒരു പരീക്ഷയിൽ 3-ാമത്തെ ഫേസ് പരീക്ഷയിൽ വന്ന നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ച ഒരു ഏരിയ ആണ് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവസമവാക്യങ്ങൾ. അതിൽ ഏത് സർവസമവാക്യങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കപ്പെട്ടത്? ഒന്നുമില്ല, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന A+B² എന്നൊരു ഫോർമുല ഉണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതെങ്ങനെയാ ചെയ്യാ?
എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതറിയാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. അത്യാവശ്യം സ്ഫടികം സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞിട്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതുക? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഈ രണ്ട് ഐഡന്റിറ്റി മാത്രമാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ആവശ്യം അല്ലെ. ഇതിൽ ഈ സെക്കൻഡ് ഐഡന്റിറ്റി ഇല്ലേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ഇതായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വാല്യൂ, ഇവർക്ക് പകരം നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സംഖ്യകൾ മാത്രമാണ്. എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് സംഖ്യകൾ മാത്രമാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ വാല്യൂ കൊടുത്ത് ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ ആ രണ്ട് സംഖ്യകളെ ജസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം. പക്ഷേ നമ്മുടെ പരീക്ഷയിൽ വന്നത് ഇങ്ങനെയായിരുന്നു, എക്ക് പകരം എക്സ് എന്നും അല്ലെ ബിക്ക് പകരം 1/x എന്നുമാണ് വന്നത്. അപ്പൊ എക്സ് മൈനസ് 1/xന്റെ മൂല്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം അല്ലേ. അപ്പൊ എക്സ് മൈനസ് 1/xന്റെ മൂല്യം എന്ത് എന്ന് ചോദിച്ചാൽ അതെന്താണ് എന്ന് നമുക്ക് തന്നേക്കും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ എക്സിനെയും 1/xനെയും കൂടി അല്ലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന തരത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യം എക്സ് സ്ക്വയർ എടുക്കാം അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 2ab, അപ്പൊ എങ്ങനെ എടുക്കാം? മൈനസ് 2 ഇൻറ്റു എ ആരാ? എക്സ് ആണ്, ബി ആരാ? 1/x ആണ്, ശരിയല്ലേ. പിന്നെ വരുന്ന ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ്? പ്ലസ് 1/xന്റെ സ്ക്വയർ ആണ്. 1/xന്റെ സ്ക്വയർ. ആക്ച്വലി അതിന്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ എന്തായാലും ഉണ്ടാവും. ഇവിടുത്തെ ഒരു എക്സ് ഇവിടുത്തെ ഒരു എക്സ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പിന്നെ ആരുണ്ട്? ഇവിടെ ഒരു മൈനസ് 2 ഉണ്ട് അല്ലെ. പിന്നെ വരുന്നത് പ്ലസ് 1/x സ്ക്വയർ എന്നാണ്. അതായത് 1/xനെ സ്ക്വയർ ചെയ്താൽ എന്തേ കിട്ടത്തുള്ളൂ? 1/x സ്ക്വയർ എന്നേ കിട്ടത്തുള്ളൂ. ഇവരെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. ഇവരെ ഒരുമിച്ച് നമ്മൾ അങ്ങ് എഴുതി -2 എന്നാണ്. ഇത് ഓക്കെ ആണോ? പിടികിട്ടിയോ? ഞാനിപ്പോ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഇനി പറയാൻ പോവാ. എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയറിന്റെ മൂല്യമാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ മൈനസ് 2 എന്നത് അല്ലെ. എന്നാൽ നമ്മളോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ എക്സ് മൈനസ് 1/x എന്ന് പറയുന്ന മൂല്യം നമുക്ക് തരും. എങ്ങനെ തരും? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കുമെന്ന് അറിയാവോ? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എത്ര എന്നാണ് ചോദിക്കുക. പിടികിട്ടിയോ? ഓക്കെ ആണേ. അപ്പൊ എക്സ് മൈനസ് 1/xന്റെ മൂല്യം കെ ആണ് എങ്കിൽ ഇതിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ മൂല്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാടാ എക്സ് മൈനസ് 1/xന്റെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു മൂല്യം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് കെ സ്ക്വയർ എന്നാണ്. കണ്ടോ? ഇവിടെ കെ സ്ക്വയർ എന്ന് നമുക്ക് എടുക്കാം അല്ലെ. ഈ -2 ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ലേ, -2, ഇത് നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് +2 ആക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. പിടികിട്ടോ? ഇതാണ് കഥ. ഇതറിയുന്ന ഒരാളിന് ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? കെ സ്ക്വയർ പ്ലസ് 2 എന്നാണ്. ആക്ച്വലി നമുക്ക് തരുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇത് നമ്മൾ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എക്സ് മൈനസ് 1/xന്റെ വാല്യൂ ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ അതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ആ നമ്പറിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക, അതിനോട് 2 കൂട്ടി എഴുതുക. ഓക്കെ, ഇതേ ചോദ്യം തന്നെ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഈ എക്സ് മൈനസ് 1/x സ്ക്വയർ എന്ന് തരുന്നതിന് പകരം അല്ലെങ്കിൽ എക്സ് മൈനസ് 1/x തരുന്നതിന് പകരം എക്സ് പ്ലസ് 1/x എന്ന് തരും അല്ലെ. എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മളോട് എന്ത് ചോദിക്കുകയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ചോദിക്കാം അല്ലെ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ മൈനസ് ആയിരുന്നു അല്ലെ, മൈനസ് വാല്യൂ എന്തായിരുന്നു? കെ ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ അങ്ങേറ്റേക്ക് പോയത്. ഇവിടെ പ്ലസ് വാല്യൂ ആണ് കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ ജസ്റ്റ് കെ സ്ക്വയർ -2 എന്ന് എഴുതുക. പിടികിട്ടിയോ? തന്നിരിക്കുന്ന വാല്യൂ എക്സ് മൈനസ് 1/x ആണെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? കെ സ്ക്വയർ +2 എന്ന് എടുക്കുക. തന്നിരിക്കുന്ന വാല്യൂ എക്സ് പ്ലസ് 1/x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കെ സ്ക്വയർ -2 എന്ന് എടുക്കുക. ഈ ഒരു ലോജിക്ക് നമ്മൾ പലപ്പോഴും സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ഏരിയ പഠിക്കുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ള സിലബസ് LDC സിലബസ് അനുസരിച്ച് ഈ സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് തന്നിട്ടില്ലാത്ത കാരണം പലപ്പോഴും നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ഒരുപാട് പേര് ഇത് പഠിക്കാതെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെ വന്നു എന്നൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.
അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. നമ്മുടെ ഈ പരീക്ഷയിൽ വന്നതാണ്. കണ്ടോ? എക്സ് മൈനസ് 1/x ഈക്വൽ ടു 1/2. കണ്ടോ മക്കളെ? ഓക്കെ ആണോ? ഇതിന്റെ മൂല്യം കണ്ടോ? എക്സ് എന്ന് പറയുന്ന 0 അല്ല. എക്സ് 0 ആയിട്ട് വന്നാൽ എന്ത് കിട്ടൂല? ഈ പറയുന്ന 1/2 ഒന്നും അവിടെ കിട്ടാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ അവിടെ തന്ന കാര്യം അതുപോലെ തന്നൂന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അതിന് മൈൻഡ് ചെയ്യണമെന്നില്ല. ഇപ്പൊ എക്സ് മൈനസ് 1/x നമുക്കിപ്പോ എന്തറിയാം? കെ എന്നറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം കണ്ടോ? 4x² പ്ലസ് 4/x² എന്താണ് എന്നാണ് ചോദ്യം. കണ്ടോ? 4x² പ്ലസ് 4/x² എന്നാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കണം? അവിടെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. വേണ്ടേ? അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാ കേട്ടോണേ. ഇപ്പൊ 4 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അല്ലെ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ 2 ടേമിലും 4 ഉള്ളത് കൊണ്ട് ഞാൻ 4 അങ്ങ് കോമൺ ആയിട്ട് എടുക്കാം. 4നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? 4 ഇൻറ്റു x² പ്ലസ് 1/x² എന്നാണ്. 4 ഇൻറ്റു x² പ്ലസ് 1/x². ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഓൾറെഡി എന്തറിയാം? എക്സ് മൈനസ് 1/x അറിയാം. ഇത് എത്രയാണെന്നറിയാം? കെ ആണ് എങ്കിൽ അതിൽ നിന്ന് x² പ്ലസ് 1/x² എങ്ങനെ കണ്ടെത്തണമെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇത് കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കെയുടെ സ്ക്വയറിൽ നിന്ന് 2 കുറയ്ക്കണമെന്നാണോ? കെ സ്ക്വയറിനോട് 2 കൂട്ടണമെന്നാണോ? അതെ, കെ സ്ക്വയറിനോട് 2 കൂട്ടണമെന്നാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ 4 ഇവിടെ തന്നെ കിടന്നോട്ടെ. ഇവിടുത്തെ കെ എന്ന് വെച്ചാൽ ആരാ? 1/2 ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന എന്താണ്? 1/2ന്റെ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ. പിന്നെ അതിനോട് എന്താ കൂട്ടേണ്ടേ? ഒരു 2 കൂട്ടുക. ഇത്രയേ ഉള്ളൂ കാര്യം. പിടികിട്ടിയോ? ഇത്ര ഉള്ള കാര്യം ഉണ്ടോ? അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലുള്ള 4 നമ്മൾ മാറ്റിയിട്ടാൽ ബാക്കി വരുന്നത് 1/2ന്റെ സ്ക്വയറും അതിന്റെ കൂടെ 2 കൂട്ടുക. ഇപ്പൊ 4 നമ്മൾ അതുപോലെ എഴുതിയേ. നോക്ക്. എടാ ഈ 1/2ന്റെ സ്ക്വയർ എന്തുവാ? 1/2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? അത് 1/4 എന്നാണ്. 1/4 എന്നാണ്. ഇതിന്റെ കൂടെ ആരെ കൂട്ടുക? 2നെ കൂട്ടുക. അപ്പൊ ആ 2ഉം 1/4ഉം കൂടെ കൂട്ടിയാൽ 2.25 എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 2.25 എന്നെഴുതിയാൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ. ഈ 2.25 എന്ന് പറയുന്നത് ഒരു മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിന് നമ്മൾ 2.25നെ കൺവേർട്ട് ചെയ്യാൻ പോവാ. 2 ഇൻറ്റു 4 8, 8 1 9. അപ്പൊ 9/4 എന്ന് എഴുതുക. കണ്ടോ? ഈ 4ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു. നമ്മുടെ ആൻസർ 9. കണ്ടോ? അപ്പൊ ഈ കഥ എങ്ങനെയാണ് വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. കയ്യിലുള്ളത് എക്സ് മൈനസ് 1/x ആണ്. ഇത് എത്രയാ? 1/2 എന്നാണ്. നമുക്ക് പോകേണ്ട എങ്ങനെയാണ്? 4x² പ്ലസ് 4/x² എന്നാണ്. അപ്പൊ ചെയ്ത കാര്യത്തേ ഉള്ളൂ. 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. x² പ്ലസ് 1/x² ആണ് നമുക്ക് ഉള്ളില് വേണ്ടിയിരുന്നത്. ഓക്കെ. അപ്പൊ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഇവിടെ ഇട്ടെല്ലാം കൂടെ കൊളവാക്കാൻ നിൽക്കുന്നില്ല. പകരം എന്താ ചെയ്തേ? ഇപ്പൊ എക്സ് മൈനസ് 1/x എന്ന് പറയുന്ന മൂല്യം 1/2 ആയിരുന്നു. 1/2നെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തു. എന്നിട്ട് അതിലേക്ക് ആരെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു? 2നെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ? അപ്പൊ 1/2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1/4 ആണ്. 1/4നോട് 2 ആഡ് ചെയ്യുക അല്ലെ? 1/4നോട് 2 ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ 2.25 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ സംഖ്യയോട് തന്നെ ആഡ് ചെയ്ത് എഴുതാം. എങ്ങനെയാ? ഈ 4ഉം 2ഉം കൂടെ എന്ത് ചെയ്യാം? ഗുണിക്കാം. അപ്പൊ എത്രയായി? 8, 8 1 9. ഇതിന് 9/4 എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 4 ഇൻറ്റു 9/4. കണ്ടോ? സിമ്പിൾ. ഒറ്റ വരി. 4ഉം 4ഉം ക്യാൻസൽ ആയി. ബാക്കി വന്ന ആൻസർ 9. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? അപ്പൊ ആ ഒരൊറ്റ ഐഡന്റിറ്റി മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ അറിയുന്ന ഒരാളിന് ഇവിടെ എത്താൻ എളുപ്പമാണ് അല്ലെ? പെട്ടെന്ന് തന്നെ എത്തിച്ചേരും എന്നല്ല, എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ അതേ സംഭവം ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ ഐഡന്റിറ്റി ലുക്കിലുള്ള ഒരു ചോദ്യമായിരുന്നു. കണ്ടോ? ഈ കെ പ്ലസ് 1/k കണ്ടോ? എക്സിന് പകരം എന്ത് തന്നിരിക്കുന്നു? കെ എന്ന് തന്നിരിക്കുന്നു. കെ പ്ലസ് 1/k -2 = 0. കണ്ടോ? എങ്ങനെയാ തന്നിരിക്കുന്നത് നോക്ക്. കെ പ്ലസ് 1/k -2 എന്ന് പറയുന്നത് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു? 0 അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ -2നെ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെ 0യുടെ അടുത്തേക്ക്. അപ്പൊ പ്ലസ് ആവൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. കെ പ്ലസ് 1/k = 2. കെ പ്ലസ് 1/k = 2 അല്ലെ? ചോദ്യം എന്താണെന്നുണ്ടോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ അറിയോ? k raised to 29
പ്ലസ് 1/k⁻29 മൈനസ് 2 എന്താണ് എന്നാണ് ചോദ്യം. k⁻29 പ്ലസ് 1/k⁻29 മൈനസ് 2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതിയടാ, ഇവിടെ k എന്ന് പറയുന്ന ഒരു നമ്പർ, ഏത് നമ്പർ ആണെന്ന് നമുക്ക് അറിയില്ല, k അല്ലെ, ആ നമ്പർ അതിന്റെ റെസിപ്രോക്കലും വിൽക്രമവും തമ്മിൽ കൂട്ടിപ്പോ 2 കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാ നമ്പർ അല്ലെ? ഉറപ്പായിട്ട് നമ്പർ 1 ആയിരിക്കും അല്ലെ. അപ്പൊ 1 എന്ന് പറയുന്ന നമ്പറും അതിന്റെ വിൽക്രമം, 1ന്റെ വിൽക്രമം എന്ന് വെച്ചാൽ ആര് തന്നെയാണ്, 1/1 എന്ന് തന്നെയാണ്. അത് എത്രയാണ് അല്ലെ? വിൽക്രമവും സംഖ്യയും തുല്യമായിട്ടുള്ള നമ്പറാണ് ആര്, 1. അതുകൊണ്ട് തന്നെ 1ഉം 1ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയേ കിട്ടത്തുള്ളൂ, 2 എന്നേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൺഫേം ചെയ്ത് പറയാം, കെയുടെ വാല്യൂ 1 ആണ്. കെ എത്രയാണ്, 1 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോയാലോ, എങ്ങനെ, k⁻29 എന്ന് വെച്ചാൽ 1/29 ആര് തന്നെയാണ്, 1 തന്നെയാണ് അല്ലെ. പ്ലസ് 1/1/29 അതും ആര് തന്നെയാണ്, 1 തന്നെയാണ് അല്ലെ. പിന്നെ എന്ത് ചെയ്യാ, മൈനസ് 2. കണ്ടോ, 1 1 എത്രയായി, 2, 2ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ, 0. കണ്ടോ, ഇത്ര സിമ്പിളാ. ഇവിടെ ഐഡന്റിറ്റിക്ക് ഒരു സ്ഥാനവുമില്ല, കാണുമ്പോ ഐഡന്റിറ്റി ലുക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ എക്സ് പ്ലസ് 1/x എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ആലോചിക്കും, ഇവിടെ എക്സിന്റെ പവർ വരുമ്പോ അല്ലെങ്കിൽ എക്സിൽ വരുമ്പോ എക്സ് പ്ലസ് 1/x ഇത്രയാണ്, പക്ഷെ x⁻29ഉം 1/x⁻29 നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് പലരും ഈ ചോദ്യം വിട്ടിട്ടോ. പകരം ഈ നമ്പർ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ഒരാളിന് ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഒരു കാരണവശാലും ഇവിടുത്തെ ആൻസർ 1 അല്ല, ഇവിടുത്തെ ആൻസർ 0 ആണ്. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. ഇവിടെ നമ്മൾ നമ്പർ പ്രഡിക്റ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് സേഫ്. അല്ലാതെ അവിടെ എന്ത് ചെയ്യരുത്, ഇതിനൊരു വലിയ ഇക്വേഷൻ ആക്കി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്തൊന്നും എടുക്കരുത്, സമയം വെറുതെ പോകും അല്ലെ. അതുപോലെ മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എക്സ് പ്ലസ് 1/x = 3. മറ്റൊരു പരീക്ഷയിൽ 2017 നടന്ന ഒരു പരീക്ഷയിൽ നിന്ന് ഞാനൊരു ചോദ്യം എടുത്തു. ഇപ്പൊ നമ്മൾ ചെയ്തു വന്ന ശൈലിയിലുള്ള ഒരു ചോദ്യമാണ്. കയ്യിലുള്ളത് കണ്ടോ, എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് 3 ആണ്. എന്നാൽ x² പ്ലസ് 1/x². ഇനി ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുത് അല്ലെ. ഇതെങ്ങനെ ചെയ്യണ്ടേ, x² പ്ലസ് 1/x² ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് x പ്ലസ് 1/x ആണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക, k² എടുക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റും. k² മൈനസ് 2 എന്ന് പഠിച്ചു വെക്കുക. നേരത്തെ നമ്മൾ k² പ്ലസ് 2 ചെയ്തില്ലേ, അതെന്തുകൊണ്ടായിരുന്നു, ആദ്യം മൈനസ് വന്നതുകൊണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ k എന്ന് പറയുന്ന ആരാ, k എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കുക. കുഴപ്പമുണ്ടോ, ഇല്ല. 3ന്റെ സ്ക്വയർ 9 ആണ്. 9ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 7 ആണ്. സോ നമ്മുടെ ആൻസർ 7. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ x² പ്ലസ് 1/x²ന്റെ മൂല്യത്തിലേക്ക് വന്നപ്പോ k² മൈനസ് 2 ആണ്. k എന്ന് പറയുന്ന ആരായിരുന്നു, 3 ആയിരുന്നു. 3ന്റെ സ്ക്വയർ 9. 9ൽ നിന്ന് 2 കുറച്ചപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ 7. പ്രശ്നമുണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ, 7ലേക്ക് എത്തിയില്ലേ, കണ്ടോ, ഇത്രേ ഉള്ളൂ. അതുപോലെ ഐഡന്റിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചെയ്യാം നമുക്ക്. കണ്ടോടാ, ചോദ്യം കാണുമ്പോൾ ഭയങ്കര ലെങ്തി ആണ്. ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോൾ ആൾക്കാർ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. 7.3 into 7.3, ഓക്കെ, 7.3 into 7.3 പ്ലസ് 2 into 7.3 into 2.7 പ്ലസ് 2.7 into 2.7. ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാ, ഇപ്പൊ a into a എന്ന് പരിഗണിച്ചോളൂ. ഓക്കെ, അവസാനത്തെ രണ്ട് സംഖ്യകൾ ആരൊക്കെയാ, അത് b into b എന്ന് പരിഗണിച്ചോളൂ. പ്രശ്നമുണ്ടോ, ഐഡന്റിറ്റീസിലേക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നാണ്. കണ്ടോ, ആദ്യത്തെ രണ്ട് സംഖ്യകൾ എയും എയും ആണ്, അവസാനത്തെ രണ്ട് സംഖ്യകൾ ബിയും ബിയും അല്ലെ. ഇനി നടുവിൽ ആരാ വന്നേന്ന് നോക്കടാ, 2 into a into b എന്നല്ലേ. ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? അവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഡെസിമൽ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരിക്കലും ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് തോന്നൂല, നമ്മൾ പോവൂല കേട്ടോ. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, a into a, 2 into a into b, b into b. ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് എന്നുണ്ടോ, a² പ്ലസ് 2ab പ്ലസ് b². കണ്ടോ, a² പ്ലസ് 2ab പ്ലസ് b² എന്നാണ് വന്നിരിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ കുഞ്ഞുങ്ങളെ, അല്ലേ. a² പ്ലസ് 2ab പ്ലസ് b² എന്ന് വെച്ചാൽ എന്താണ്, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ ഇവിടുത്തെ a എന്ന് വെച്ചാൽ ആരാണ്, 7.3, b എന്ന് വെച്ചാൽ ആരാണ്, 2.7. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം,
7.3 പ്ലസ് 2.7 ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 7.3 2.7 കൂടെ കൂട്ടുമ്പോ പറഞ്ഞേ അത് എത്രാന്ന് കിട്ടും? 10. 10ന്റെ സ്ക്വയർ എത്രയാ? 100 അല്ലെ? നമുക്ക് ഈ 10 എന്ന് എഴുതാൻ തോന്നരുത്, എന്നാ തീർന്നു കേട്ടോ. നമ്മുടെ ആൻസർ ഏതാണ്? 100 ആണ്. തെറ്റിപ്പോകരുത്. നല്ല ചോദ്യമാണ് അല്ലെ? അപ്പൊ ഇത് ഏത് സ്ട്രക്ചറിലാണ് ഉണ്ടായിരുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ സ്ട്രക്ചറിലാണ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതാരൊക്കെയാന്ന് വെച്ചാൽ 7.3 2.7 ആണ്. 7.3 2.7 ആണ്. ഇവരെ ഒന്ന് കൂട്ടുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക അല്ലെ? ഇവരെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ആണ്. 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? 100 ആണ്. കിട്ടിയോ? പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്ത ചോദ്യം കണ്ടോ? ഇതും ഐഡന്റിറ്റീസ് ആട്ടോ. 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയർ. ഈ കൂട്ടത്തിൽ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ കണ്ടോ, ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ 203ന്റെ സ്ക്വയർ എടുക്കുകയും അതിൽ നിന്ന് 197ന്റെ സ്ക്വയർ മൈനസ് ചെയ്യുകയും ചെയ്ത് കളയരുത്. ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ്. പകരം ഇതിനെ നിങ്ങൾ ഈ രീതിയിൽ പരിഗണിക്കുക. ഇത് ഏത് സ്ട്രക്ചറാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നിങ്ങൾ ഐഡന്റിറ്റീസ് അഥവാ സർവസമവാക്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു ഐഡന്റിറ്റി അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ് മക്കളെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. തെറ്റിപ്പോകരുത്. ഈ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ്. എയുടെയും ബിയുടെയും വർഗങ്ങളുടെ വ്യത്യാസം. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി എടുക്കുക, എ മൈനസ് ബി എടുക്കുക. ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 203ന്റെ സ്ക്വയറും നമുക്ക് ആവശ്യമില്ല, 197ന്റെ സ്ക്വയറും ആവശ്യമില്ല. പകരം 203ഉം 197ഉം തമ്മിൽ കൂട്ടാൻ അറിയാവോ? അറിയാലോ. ഇവരെ കൂട്ടുമ്പോ 400 എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അതുപോലെ തന്നെ 203ൽ നിന്ന് 197നെ കുറയ്ക്കാമോ? കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ എ പ്ലസ് ബി എന്ന് വെച്ചാൽ 400ഉം എ മൈനസ് ബി എന്ന് പറയുന്നത് 6ഉമാണ്. ഓക്കെ, രണ്ടുപേരെ നമ്മൾ കൂട്ടിയാൽ 400ഉം കുറച്ചാൽ 6ഉമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ 400ഉം 6ഉം തമ്മിൽ കൂട്ടിയാൽ മതി. 400 ഇൻറ്റു 6, 6 4 24 എഴുതാവോ? 2 0 കൂടെ ചേർത്ത് എഴുതുക. ആൻസർ 2400. അപ്പൊ ഈ തരത്തിൽ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുക കേട്ടോ. ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് പറയുന്നതാണ്. ഐഡന്റിറ്റീസ് ഇനിയൊരു പരീക്ഷയിൽ ചോദ്യം വന്നാൽ വരാൻ സാധ്യതയുള്ള മോഡൽസ് ആണ് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഏതിൽ പോയി? ഈ പരീക്ഷയിൽ വന്ന ചോദ്യത്തിൽ പോയി. പിന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യാൻ പറ്റിയ സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നോക്കി വെക്കുക. അപ്പൊ ഒരു കാരണവശാൽ ഈ രണ്ട് സംഖ്യകളുടെ സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്? മൈനസ് ചെയ്യാൻ നിൽക്കരുത്. പകരം ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുക. 203ഉം 197ഉം തമ്മിൽ കൂട്ടിയാൽ 400 അല്ലെ? 203ഉം 197ഉം തമ്മിൽ കുറച്ചാൽ 6 അല്ലെ? അപ്പൊ 6 4 എത്ര കിട്ടിയിട്ടുണ്ടാവും? 24. 2 0 കൂടെ ചേർത്ത് വായിച്ചാൽ 2400 കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ നോക്കാനില്ല. ഓക്കെ, അതുപോലെ നമ്മുടെ പരീക്ഷയിൽ വന്ന മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? സംഖ്യകളും ലെറ്റേഴ്സും ഒക്കെ നമുക്ക് കോഡിംഗ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് പലപ്പോഴും വരാറുണ്ട്. എന്നാൽ ഇവിടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോഡിംഗ് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. 16 ഡിവൈഡഡ് ബൈ 4 74. കണ്ടോ, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടിയെന്നാ പറഞ്ഞേ? 74. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടത്തുള്ളൂ അല്ലെ? അത് കഴിഞ്ഞ് 35നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുക? 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടത്തുള്ളൂ? 5 എന്നേ കിട്ടത്തുള്ളൂ. 35ൽ എത്ര? 7, 5 എണ്ണം. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് 55 ഡിവൈഡഡ് ബൈ 5 എന്നാണ്. കണ്ടോ, ഈ 55നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 11 കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ട ഉത്തരം ഏതിന്റെയാണ്? 49 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 49 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് കിട്ടണം? 7 എന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അവസാനത്തെ നമ്പർ വേണം കണ്ടെത്താൻ. അപ്പൊ നോക്കടാ, 16/4 നമ്മുടെ ആൻസർ 4 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 74.
അപ്പൊ ആ 4 കൂടാതെ എങ്ങനെ അവിടെ 7 വന്നു എന്നൊന്ന് നോക്കിയേ. 7 വന്ന വഴി ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ ആദ്യത്തെ നമ്പറായ 6 1 16ലെ 6 1 കൂടെ കൂട്ടിയിട്ട് ഇവിടെ 7 എന്ന് എഴുതി. അല്ലെ? ഇവിടെ അവസാനത്തെ നമ്പർ 5 തന്നെയാണ്. അതെങ്ങനെ കിട്ടി? ഡിവൈഡ് ചെയ്ത് എഴുതിയതാ. എന്നാൽ അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ എങ്ങനെ വന്നു നോക്ക്. ഈ 3ഉം ഈ 5ഉം കൂടെ കൂട്ടിയിട്ട് 8 എന്ന് എഴുതി. ശരിയല്ലേ? ആണ്. എന്നാൽ തൊട്ട് താഴേക്ക് വരുമ്പോ കണ്ടോ ഇവിടെ 11 ഓൾറെഡി വന്നിട്ടുണ്ട്. ദാ ഇവിടുത്തെ ഈ 5ഉം 5ഉം കൂടെ കൂട്ടിയിട്ട് ഇവിടെ 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ എങ്ങനെ വരാം? സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഈ 9ഉം ഈ 4ഉം കൂടി അല്ലെങ്കിൽ 4ഉം 9ഉം കൂടെ കൂട്ടിയിട്ട് 13 എന്ന് എഴുതിക്കോ. 137 കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ 137 ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. 137. മനസ്സിലായോ? അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത്. ഇത് ശരിക്കും എന്തല്ല? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അതിനകത്തൊരു കണക്ഷൻ എടുത്തിട്ടാണ്. ശരിയല്ലേ? അപ്പൊ ആ കണക്ഷൻ എന്താന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു ചിഹ്നം അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ചിഹ്നം തന്നെ ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല. അല്ലെ? അതുപോലെ ഇപ്പൊ 2023 നമ്മുടെ ഖാദി ബോർഡ് LDC പരീക്ഷയില് പ്രിലിംസ് പരീക്ഷ എഴുതിയില്ലേ നിങ്ങള്? അതിനകത്ത് ദാ ഇത്തരത്തിലൊരു ചോദ്യം വന്നിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത പാറ്റേണിലുള്ള ചോദ്യമായിരുന്നു. കണ്ടോ? 12 34 41 12 ഓസ്ട്രിക്സ് ആണത്. അല്ലെങ്കിൽ ഇൻറ്റു എന്ന് വായിച്ചോ. 12 ഓസ്ട്രിക്സ് 34 ഓസ്ട്രിക്സ് 41 എന്ന് പറയുന്നത് 375. അതുപോലെ 53 81 62 ഇത് ചേർന്നാൽ 898. അങ്ങനെയാണെങ്കിൽ 43 25 13 ചേർന്നാൽ കിട്ടുന്ന സംഖ്യ ഏത്? അല്ലെ? അപ്പൊ 12 34 41 ഇത് എങ്ങനെ 375ലേക്ക് എത്തിയെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗുണിക്കാൻ ശ്രമിക്കും അല്ലെ? 12നെയും 34നെയും 41നെയും തമ്മിൽ ഗുണിക്കാൻ ശ്രമിക്കും. ഗുണിക്കുമ്പോൾ 375 വരുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒരിക്കലും 5ൽ അവസാനിക്കുന്ന ഒരു നമ്പർ കിട്ടില്ല. കിട്ടോ? കാരണം ഇതിനകത്ത് 5 വന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും 5ൽ അവസാനിക്കുന്ന നമ്പർ കിട്ടില്ല. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. കണ്ടോ? ഈ 2ഉം 1ഉം കൂടെ എത്രയായി? 3. ഈ 4ഉം 3ഉം കൂടെ എത്ര കിട്ടിയിട്ടുണ്ട്? 7. അല്ലെ? ഈ 4ഉം 1ഉം കൂടെ എത്ര കിട്ടിയിട്ടുണ്ട്? 5. കറക്റ്റ് ആയിട്ട് 375 വന്നുണ്ടോ? അല്ലെ? ആ രീതിയിൽ തൊട്ടടുത്ത ജോഡി നോക്കിയേ, അല്ലെങ്കിൽ തൊട്ടടുത്ത ആ ഒരു സെറ്റ് നോക്കിയേ. 53 5 3 എത്രയാ? 8. അടുത്തത് 81 8 1 എത്രയാ? 9. അടുത്തത് 6ഉം 2ഉം എത്രയാ? 8. 898 വന്നായിരുന്നു? വന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതേ ക്രമത്തിൽ നമ്മുടെ ആൻസറിലേക്ക് പോവാണ്. ഏതൊക്കെയാണ്? 43, അതുപോലെ 25, അതുപോലെ 13. അല്ലെ? 43ല് 4ഉം 3ഉം 7 അല്ലെ? അതുപോലെ 5ഉം 2ഉം അതും 7. അതുപോലെ 3ഉം 1ഉം 4. കണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 774 774 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ വന്നു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. വേറൊന്നുമില്ല. ഇതിനകത്തുള്ള സംഖ്യകളുണ്ട്. 3 സംഖ്യകൾ അതിലെ അക്കങ്ങൾ തമ്മിലൊന്ന് കൂട്ടി എഴുതി. അല്ലെ? 43 അല്ലെ? 4ഉം 3ഉം 7. അതുപോലെ 25 അല്ലെ? 2ഉം 5ഉം കൂടെ 7. പിന്നെ 3ഉം 1ഉം 4. അങ്ങനെ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? 774ലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ. അതുപോലെ നമുക്ക് കിട്ടിയ മറ്റൊരു ചോദ്യമായിരുന്നു. ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും എന്നാണ്. അല്ലെ? ഇതിനകത്ത് ശതമാനം എടുത്ത് ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അത്യാവശ്യം ഒരു നമ്പർ ഇട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അല്ലെ? ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പൈ ആർ സ്ക്വയർ കേട്ടിട്ടുണ്ടോ? ഒരു വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് പൈ ആർ സ്ക്വയർ. അവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഏത് നമ്പറിനെ ആധാരമാക്കിയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ആരം അഥവാ റേഡിയസിനെ ആശ്രയിച്ചാണ് അല്ലെ? അപ്പൊ ആരത്തിന്റെ സ്ക്വയർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരപ്പളവിലേക്ക് പോകുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഒരു പൈ ഉണ്ട്. നിങ്ങൾ ആ പൈ മൈൻഡ് ചെയ്യണ്ട. പൈ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതെപ്പോഴും അതിപ്പോ 6 ഏത് കൊടുക്കുന്നു അനുസരിച്ച് പൈ മാറത്തൊന്നുമില്ല. പൈ എപ്പോഴും പൈ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേരിയബിൾ മാത്രം മാറാൻ സാധ്യതയുള്ള 6 മാത്രം പരിഗണിച്ചാൽ മതി. ഇപ്പൊ സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വൃത്തത്തിന്റെ ആരം 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഇത് എത്രയായിട്ട് മാറും? 2ന്റെ സ്ക്വയർ ആകും. എത്രയാവും? 4 ആകും. ഓക്കെ. ഇതിന്റെ റേഡിയസ് നമ്മൾ 50% വർദ്ധിപ്പിക്കുകയാണ് ആരം അല്ലെ?
അപ്പൊ ഈ 2 സെന്റിമീറ്റർ എന്നുള്ളത് 50% വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ പകുതി കൂട്ടുക. 2നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 3 കിട്ടും. അപ്പം റേഡിയസ് 3 സെന്റിമീറ്റർ ആവുന്നു. അപ്പൊ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാകും എന്ന് ചോദിച്ചാൽ 3ന്റെ സ്ക്വയർ എന്നെടുക്കാം അല്ലെ? 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ശ്രദ്ധിക്കുക. അപ്പൊ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആകുന്നു. അതുപോലെ റേഡിയസ് പകുതി വർദ്ധിപ്പിച്ചാൽ അല്ലെ 50% വർദ്ധിപ്പിച്ചാൽ അത് 3 സെന്റിമീറ്റർ ആകും. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 9 ആകും. ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ചോദ്യം വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് എന്നാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന വിസ്തീർണം 4 ആണ്. ആണല്ലോ. ഓക്കെ. അപ്പൊ അവിടെ എത്ര വർദ്ധിച്ചു? 4 എത്തിയപ്പോ എത്ര വർദ്ധിച്ചു എന്ന് മാത്രം നോക്കിയേ. 4 എത്തിയപ്പോ എത്ര വർദ്ധിച്ചടാ? 5 കണ്ടോ അല്ലെ? ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ കാര്യം. കൃത്യമായി പെർസെന്റേജ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇവിടെ 4 ആയിരുന്ന ഏരിയ 9 എത്തിയപ്പോ എത്ര വർദ്ധിച്ചു? 5 വർദ്ധിച്ചു. ശരിയല്ലേ? അപ്പൊ അതിന്റെ ശതമാനം മാത്രം നോക്കിയാൽ മതി. 4ൽ നിന്ന് എങ്ങോട്ടേക്ക്? 5ലേക്ക്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ വർധനവ് നോക്കാൻ ഈ 4നെയും ഈ 100നെയും കൂടെ ക്യാൻസൽ ചെയ്യുക. 25. 25 ഇൻറ്റു 5 125. അപ്പൊ എത്ര ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ 125% വർധനവ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ വേറെ നമ്പർ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഭാരത്തെ നമ്മൾ 10 സെന്റിമീറ്റർ എന്നെടുത്തു എന്ന് വിചാരിക്കും അല്ലെ? ഇതിന്റെ പരപ്പളവ് എത്രയായിട്ട് മാറും? 10ന്റെ സ്ക്വയർ 100 സെന്റിമീറ്റർ സ്ക്വയർ ആവൂലേടാ? പിടികിട്ടിയോ? അപ്പൊ ഇതിനകത്ത് 50% ആരം വർദ്ധിപ്പിക്കുന്നു എന്ന് വെച്ചാൽ പകുതി കൂട്ടുകയാണ്. 10 എന്നുള്ളത് എത്രയായിട്ട് മാറുന്നു? 5ഉം കൂടെ കൂട്ടിയിട്ട് 15 സെന്റിമീറ്റർ ആക്കി മാറ്റുകയാണെന്ന് വിചാരിക്കും. പിന്നെ പരപ്പളവ് എത്രയായിട്ട് മാറും? 15ന്റെ സ്ക്വയർ ആകും അല്ലെ? 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. കണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഓരോ പൈ കൂടി എക്സ്ട്രാ വരും എന്ന് മാത്രമേ ഉള്ളൂ. പയ്യെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 100 പൈ എന്നും 225 പൈ എന്നും ആണ് വരുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ 100ൽ നിന്ന് 225ലേക്ക് എത്തിയപ്പോ എത്ര വർദ്ധിച്ചു? എത്ര വർദ്ധിച്ചു? 125 വർദ്ധിച്ചു. ആണല്ലോ. എവിടെ നിന്നാ പോയത്? 100ൽ നിന്നാണ് പോയത്. കണ്ടോ? അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് എടുക്കാൻ നമ്മൾ 100ൽ 125 എടുക്കുക. ഇൻറ്റു 100 എന്ന് കൊടുക്കുക. അപ്പൊ ഈ 100ഉം ഈ 100ഉം കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ എത്ര വർദ്ധിച്ചു? 125% വർദ്ധിച്ചു. പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പൊ ഈ ഒരു വർധനവ് അല്ലെ, ഇതിനകത്ത് ആരം വർദ്ധിക്കുക അല്ലെ, അല്ലെങ്കിൽ വശങ്ങളുടെ നീളം വർദ്ധിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തുള്ള വർധനവ് എടുക്കുക, അതിന്റെ ശതമാനം എഴുതുക, അല്ലെങ്കിൽ എത്ര മടങ്ങ് എന്ന് എഴുതുക. അത്തരം ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മുൻകാല പരീക്ഷകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം കാണാം. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രിയിൽ വരും? നമ്മുടെ തന്നെ LDC പരീക്ഷകൾ, കേരള PSCയുടെ തന്നെ LDC പരീക്ഷകളിലെ മുൻകാല സീസൺസ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എത്ര തവണ 180 ഡിഗ്രിയിൽ വരുന്നു? എത്ര തവണ 0 ഡിഗ്രിയിൽ വരുന്നു? എത്ര തവണ 90 ഡിഗ്രിയിൽ വരുന്നു? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ പലപ്പോഴും ചോദിക്കുന്നത് ഒരു ദിവസത്തിൽ എത്ര അല്ലെ, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ എത്ര, 12 മണിക്കൂറിൽ എത്ര തവണ, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. എന്നാൽ ഇവിടെ 10 മണിക്കും 1 മണിക്കും ഇടയിൽ എന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, 10 മണി മുതൽ 1 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 3 hours. 3 മണിക്കൂറുണ്ട്. ആണല്ലോ. 3 മണിക്കൂർ. ഈ 3 മണിക്കൂറിൽ ഈ സൂചികൾ, മണിക്കൂർ മിനിറ്റ് സൂചികൾ എത്ര തവണ എതിർദിശയിൽ വരും എന്നാണ് ചോദ്യം. എതിർദിശയിൽ വരും അല്ലെ? ഒരു സൂചിയുടെ നേരെ ഓപ്പോസിറ്റ്. അത് എത്ര തവണ എന്ന് ചോദിച്ചാൽ 3 തവണ. ഇത്രയും മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ കേട്ടോ. അപ്പോ ഈ ഒരു ക്ലോക്കിലെ സൂചികൾ എത്ര തവണയാണ് എങ്ങനെ വരുന്നത്? 180 ഡിഗ്രിയിൽ വരുന്നത് ഏതിനും ഏതിനും ഇടയ്ക്ക്? 10 മണിക്കും 1 മണിക്കും ഇടയിൽ എന്ന് വെച്ചാൽ 3 തവണ. ഓക്കെ. ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, 4 മണിക്കും 7 മണിക്കും ഇടയിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്തോ, പറഞ്ഞുതരാം കേട്ടോ. 4 മണിക്കും 7 മണിക്കും ഇടയിൽ ഈ സൂചികൾ, അതായത് മണിക്കൂർ മിനിറ്റ് സൂചികൾ എത്ര തവണ 180 ഡിഗ്രിയിൽ വരും എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞേക്കണം. എത്ര തവണ എന്നറിയോ? അത് 2 തവണ. ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു എക്സെപ്ഷൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താന്ന് വെച്ചാലേ, ഇപ്പൊ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്തായാലും 1 തവണ വരും. ഓക്കെ. പിന്നെ 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഇവരെന്ത് ചെയ്യില്ല? 180 ഡിഗ്രിയിൽ വരില്ല. പിന്നെ ആകപ്പാടെ വരുന്ന എപ്പോഴാണെന്നറിയോ? 6 മണിയില്ല. 6 മണിയാകുമ്പോ എങ്ങനെ വരുന്നുണ്ട്?
മണിക്കൂർ സൂചി താഴേക്കും മിനിറ്റ് സൂചി നേരെ മുകളിലേക്ക് ഇങ്ങനെ വരാറില്ലേടാ, അല്ലെ? ഇത് 6 മണിയിലേ വരത്തുള്ളൂ. പിന്നെ 6 മണിക്കും 7 മണിക്കും ഇടയിൽ വരില്ല. മനസ്സിലാക്കിക്കോ. 5 മണിക്കും 7 മണിക്കും ഇടയിൽ ഒരു തവണ മാത്രമേ ആര് വരുള്ളൂ? ഈ സൂചികൾ 180 ഡിഗ്രിയിൽ വരൂ. ഇതാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന 10 മണി മുതൽ 1 മണി വരെ നമ്മൾ അങ്ങനെ എക്സെപ്ഷൻ ആയിട്ട് എടുക്കേണ്ട സമയമേ അല്ല. പക്ഷേ നമ്മളോട് 5 മണിക്കും 7 മണിക്കും ഇടയിൽ എത്ര തവണ എന്ന് വെച്ചാൽ ഒരു തവണയെ പറയാവൂ. പക്ഷെ 4 മണിക്കും 7 മണിക്കും ഇടയിൽ എത്ര തവണ എന്ന് വെച്ചോ കാണുമ്പോ 3 മണിക്കൂറുണ്ടേ. പക്ഷേ ഈ 3 മണിക്കൂറിൽ ഇത് വരുന്നില്ല. എവിടെ വരുന്നുണ്ട്? 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു തവണ വരുന്നുണ്ട്. പിന്നെയോ 5 മണി മുതൽ 7 മണി വരെ എടുക്കുമ്പോൾ ഒരു തവണ. അങ്ങനെ മൊത്തം 2 തവണ എവിടെ വരുള്ളൂ? 4 മണി മുതൽ 7 മണി വരെ എടുത്താൽ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 മണി മുതൽ 7 മണി വരെ ഒരു തവണ കേട്ടോ. അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെ ശ്രദ്ധിക്കാനില്ല കേട്ടോ. അപ്പൊ അതൊന്ന് എടുത്ത് പറയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ എതിർദിശയിൽ വരുന്ന തവണകൾ, 90 ഡിഗ്രിയിൽ വരുന്ന തവണകൾ, അല്ലെ, അതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന തവണകളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊടി തട്ടി വെച്ചോ, ആവശ്യം വരും. അടുത്തൊരു ചോദ്യം, 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം എന്നാണ്. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം എന്ത് ചെയ്യാണ്? ഇരട്ടിയാകുന്നു. എടാ, ഒരു നിക്ഷേപം ഇരട്ടിയാകുന്നു. ഇരട്ടിയാകുന്നു എന്ന് വെച്ചാൽ എന്താണ്? പലിശ ഏതിന് തുല്യമായിട്ട് വരികയാണ്? നമ്മൾ എത്ര നിക്ഷേപിച്ചു? അപ്പൊ 100 രൂപ നമ്മൾ നിക്ഷേപിച്ചു. ഈ 10 വർഷം കൊണ്ട് നമുക്ക് എത്ര പലിശ കിട്ടി? 100 രൂപ തന്നെ പലിശ കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാ കണക്കാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ലെ, ഇരട്ടിയാകുന്ന കേസിൽ ഇതുപോലെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 കാലയളവ്, 100നെ അവിടുത്തെ കാലയളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ 100 നമുക്ക് തന്നിട്ടുണ്ട്. 100നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇവിടുത്തെ കാലയളവ് എത്രയാണ്? 10. അപ്പൊ 100/10 എന്ന് എഴുതുക. അപ്പൊ എത്ര എന്ന് എഴുതുക? 10%, 10%. കണ്ടോ? ഇത്രേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് വെറുതെ നമ്പർ ഒന്നും എഴുതി സമയം കളയരുത് കേട്ടോ. ഇരട്ടിയാകാൻ എടുക്കുന്ന കാലയളവ് തന്നിട്ടുണ്ടെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 100നെ ആ കാലയളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് തന്നെ നേരെ തിരിച്ചു ചോദിക്കും. എങ്ങനെ? ഇരട്ടിയാകാനുള്ള കാലയളവ് തന്നിട്ട് അവിടുത്തെ പലിശ നിരക്ക് ചോദിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 100/6 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പൊ 10 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിയായിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ഇരട്ടി എന്ന് തന്നാൽ നമ്മൾ ഏതിനെ ഡിവൈഡ് ചെയ്യുക? 100നെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇവിടെ തന്നെ നമ്മളോട് 3 ഇരട്ടിയാകുന്നു എന്ന് പറയുകയാണെന്ന് വിചാരിക്കും. 3 ഇരട്ടിയാകുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 200നെ ഡിവൈഡ് ചെയ്യാം. തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് 200നെ. ഇനി 4 ഇരട്ടി എന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കും. ഒരു നിശ്ചിത സമയം കൊണ്ട് 4 ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 300നെ ഡിവൈഡ് ചെയ്യാം, അല്ലെ? ഒരു നിശ്ചിത സമയം കൊണ്ട് 5 ഇരട്ടിയാകുന്നു, 5 ഇരട്ടിയാകുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 5ൽ നിന്ന് 1 കുറയ്ക്കുക, 4. 400 തന്നിരിക്കുന്ന വാല്യൂ. 10 ഇരട്ടിയാണെങ്കിൽ 900 അങ്ങനെ ചെയ്യുക. അതൊരു ശീലമാക്കി തന്നെ എടുക്കുക. വെറുതെ സമയം കളയണ്ട. ഓക്കെ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പൊ 2000 ജനുവരി 1 ശനിയാഴ്ച ആണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പൊ 2000 ജനുവരി 1ൽ നിന്ന് 2006 ജനുവരി 1ലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ ലീപ് ഇയേഴ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇപ്പൊ 2000, അല്ലെ, ജനുവരി മാസം 1-ാം തീയതി ഏതാണ്? ശനിയാഴ്ചയാണ്, ആണല്ലോ, സാറ്റർഡേ ആണ്. അപ്പൊ 2001ലേക്ക് ചെല്ലുമ്പോ ഇത് തൊട്ടടുത്ത ദിവസമാണോ? അല്ല. ഒരു വർഷം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ദിവസം കൂട്ടിയാൽ മതി. പക്ഷെ ഇതിവിടെ ഈ 2000 എന്ന് പറയുന്ന ഒരു ലീപ് ഇയർ കടന്നാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഈ ശനിയോട് 2 കൂട്ടിയിട്ട് നമ്മൾ എന്തെഴുതണം? മൺഡേ എന്നെഴുതണം. 2001 ജനുവരി 1 മൺഡേ ആയിരിക്കും. 2002 അത് ഒരു ദിവസം കൂടെ കൂട്ടി എഴുതുക. അതെന്താണ്? ട്യൂസ്ഡേ ആണ്, അല്ലെ? ഓരോ ദിവസം കൂട്ടിയാൽ മതി. ഒരു വർഷം കടന്നു പോകുമ്പോൾ ഓരോ ദിവസം മാത്രം നമ്മൾ കൂട്ടി എഴുതിയാൽ മതി. 2003ലേക്ക് ചെല്ലുമ്പോ ട്യൂസ്ഡേ എന്നുള്ളത് എന്താവും? വെനസ്ഡേ ആവും. 2004ലേക്ക് ചെല്ലുമ്പോ വെനസ്ഡേ എന്നുള്ളത് തേഴ്സ്ഡേയിലേക്ക് എത്തും, അല്ലെ? 2005ലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2004 എന്ന് പറയുന്നത് 2004 എന്ന് പറയുന്ന ഒരു ലീപ് ഇയർ ആയതുകൊണ്ട് 2005ലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എത്ര ദിവസം കൂട്ടി എഴുതണം? 2 ദിവസം. ഇപ്പൊ 2000ൽ നിന്ന് 2001ലേക്ക് എത്തിയ പോലെ 2 ദിവസം കൂട്ടുക. അപ്പൊ തേഴ്സ്ഡേയോട് 2 ദിവസം കൂട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? സാറ്റർഡേ എന്ന് കിട്ടും. കിട്ടിയോ?
ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ സാറ്റർഡേയുടെ തൊട്ടടുത്ത ദിവസം സൺഡേ. കണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ നമ്മൾ എടുക്കേണ്ടത് ഞായറാഴ്ച. കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. ദിവസങ്ങൾ എഴുതി ചെയ്യാം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങൾ എഴുതി, അതായത് എക്സ്ട്രാ വരുന്ന ദിവസങ്ങളുടെ എണ്ണം മാത്രം എഴുതിക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് എഴുതാതെ ഈ എക്സ്ട്രാ വരുന്ന ദിവസങ്ങൾ, ഇപ്പൊ 2000 എന്ന് പറയുന്ന വർഷത്തിൽ നിന്ന് 2006 പോവാം. അപ്പൊ ആ വഴിക്ക് വരുന്ന എല്ലാ വർഷങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇപ്പൊ 2000 എന്ന് പറയുന്ന വർഷം കടന്ന് 2001 പോകുമ്പോൾ അവിടെ എത്ര എക്സ്ട്രാ ദിവസങ്ങളുണ്ട് അല്ലെ? അധികം ദിവസങ്ങൾ. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ് സാധാരണ അല്ലെ? അത് സാധാരണ വർഷം. അപ്പൊ സാധാരണ വർഷത്തിൽ എത്ര അധികം ദിവസമുണ്ട്? ഒരു ദിവസം. എന്നാൽ അതിവർഷത്തിൽ എത്ര ദിവസമുണ്ട്? 2 ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2000-ൽ എത്ര അധികം ദിവസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 2 എന്ന് പറയണം. എന്താ കാരണം? ഇതൊരു ലീപ്പ് ഇയർ ആയതുകൊണ്ടാണ്. ഓക്കെ. ഇനി നമുക്ക് 2001 എല്ലാം 2001 എത്ര അധികം ദിവസമുണ്ട്? 1. 2002-ലാണെങ്കിലോ 1. 2003-ലാണെങ്കിലോ 1. 2004-ലാണെങ്കിലോ അവിടെ 2. എന്താ കാരണം എന്നറിയാലോ? ഇത് ലീപ്പ് ഇയർ ആണ്. ഓക്കെ. ഇനി 2005-ലേക്ക് ചെല്ലുമ്പോൾ അവിടെയും 1. നമുക്ക് കണ്ടെത്തേണ്ടത് 2006 ആണ് അല്ലെ? അതുകൊണ്ട് അവിടെ നമ്മൾ എഴുതണ്ട. 2006-ലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ 2005 വരെയുള്ള എല്ലാ വർഷങ്ങളും എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ എണ്ണി നോക്കാം. ഇവിടെ എത്രയുണ്ട്? 2, 3, 4, 5, 7, 8. കണ്ടോ? അപ്പൊ ഈ 8 ദിവസങ്ങളുണ്ട്. ഈ 8-ൽ നിന്ന് അല്ലെങ്കിൽ ഈ 8-നെ എന്ത് ചെയ്യുക? ആഴ്ചകളായി തിരിക്കുക. 7 കൊണ്ട് ഹരിക്കുക. ഒരു 7, 7, ബാക്കി എത്ര വന്നു? 1. അപ്പൊ റിമൈൻഡർ 1 അല്ലേ? അപ്പൊ നമുക്ക് ഏത് ദിവസം എന്ന് കണ്ടെത്താൻ, ഇപ്പൊ നിൽക്കുന്നത് ശനിയാഴ്ചയല്ലേ, സാറ്റർഡേ അല്ലേ? ഈ സാറ്റർഡേയോട് ഈ 1 കൂടെ കൂട്ടി എഴുതിയാൽ മതി. മിച്ചം വരുന്ന ദിവസം ഇല്ലേ ഒരു ദിവസം, അതിനെയും കൂടെ കൂട്ടി എഴുത്. അപ്പൊ ശനി +1, ശനിയോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? ഞായർ കിട്ടും. കണ്ടോ? ഇങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോ അതുപോലെ കലണ്ടറിൽ നിന്ന് മറ്റൊരു ചോദ്യം 2024-ൽ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ കിട്ടിയ ചോദ്യം കേട്ടോ. പക്ഷെ ചോദ്യം സിമ്പിളാ. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതൊക്കെ നമ്മൾ പഠിക്കണോ? പിന്നെ. കാരണം എന്താ അറിയോ? ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ച അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചോദ്യമാണ് നിങ്ങൾക്ക് തൊട്ട് മുമ്പ് LDC പരീക്ഷയിൽ കിട്ടിയത് കേട്ടോ. അതേതാണെന്ന് ഞാൻ ആ ചോദ്യം എത്തുമ്പോൾ പറഞ്ഞുതരാം. സാധാരണ വർഷത്തിലെ ആദ്യ ദിനം ഞായറാഴ്ചയാണെങ്കിൽ അവസാനത്തെ ദിനം ഏതാണ്? ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും തീരുന്നതും സെയിം ഡേയിലായിരിക്കും കേട്ടോടാ. എല്ലാവരും അതൊന്ന് കൂട്ടി വെക്കുക കേട്ടോ. ഒരു സാധാരണ വർഷം എന്ന് പറയുന്നത് തുടങ്ങുന്ന ദിവസവും തീരുന്ന ദിവസവും ഏത് ദിവസമായിരിക്കും? സെയിം ഡേ ആയിരിക്കും. അപ്പൊ ഇത് തുടങ്ങുന്നത് ഞായറാഴ്ചയാണെങ്കിൽ അത് തീരുന്നതും ഞായറാഴ്ചയിൽ തന്നെയായിരിക്കും. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ലീപ്പ് ഇയർ തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും തീരുന്നത്. ഒരു അധിവർഷം തുടങ്ങുന്നത് ഞായറാഴ്ചയാണെങ്കിൽ അത് തീരുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും തീരുന്നത് ഒരേ ദിവസം, എന്നാൽ ഒരു അധിവർഷത്തിലേക്ക് ചെല്ലുമ്പോൾ തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം അത് തീരും എന്നുള്ളതാണ് അല്ലെ? ഒരു സാധാരണ വർഷത്തിലെ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അവസാനത്തെ ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞായർ എന്ന് തന്നെ പറഞ്ഞാൽ മതി. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഓക്കെ. ഇനി നമുക്കൊരു സീരീസ് ആണ്, ലെറ്റർ സീരീസ് ആണ്. ഈ ലെറ്റർ സീരീസ് നിങ്ങൾ ചെയ്ത് സെറ്റ് ആക്കി കാണും അല്ലെ? ഇപ്പൊ തന്നെ എത്ര തവണ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിനകത്ത് ആ സീരീസ് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. വൈ അല്ലെ? ആദ്യത്തെ സീരീസിൽ ആദ്യത്തെ ലെറ്റർ വൈ ആയിരുന്നു അല്ലെ? പിന്നെ വരുന്നത് ഡബ്ല്യു, അത് കഴിഞ്ഞിട്ട് യു, അത് കഴിഞ്ഞിട്ട് എസ്. ഇതാണ് ആദ്യത്തെ ലെറ്റർ. എല്ലാ സ്ഥലത്തെ ആദ്യത്തെ ലെറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റേഴ്സിലേക്ക് പോകുമ്പം ഇ വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എച്ച് വന്നിട്ടുണ്ട്, അതുപോലെ കെയും വന്നിട്ടുണ്ട്. അവസാനത്തെ ലെറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബി വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, ജി വന്നിട്ടുണ്ട്, ഐയും വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു കണക്ഷൻ നോക്കുകയാണ്. ഇപ്പൊ വൈ എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്ററാ? 25-ാമത്തെ ലെറ്ററാ. ഡബ്ല്യു എന്ന് പറയുന്ന 23-ാമത്തെ ലെറ്റർ ആണ്. യു 21-ാമത്തെ ലെറ്റർ ആണ്. എസ് എന്ന് പറയുന്നത് 19-ാമത്തെ ലെറ്റർ ആണ്. കണ്ടോ? 25, 23, 21, 19. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത് 17-ാമത്തെ ലെറ്റർ നമ്മൾ പ്രതീക്ഷിക്കും. അതാരാ? ക്യൂ. ഇങ്ങനെ എഴുതാം അല്ലെ? ഇപ്പൊ ഇ എന്ന് പറയുന്ന 5-ാമത്തെ ലെറ്റർ, എഫ് 6-ാമത്തെ ലെറ്റർ, എച്ച് 8-ാമത്തെ ലെറ്റർ ആണ്, കെ 11-ാമത്തെ ലെറ്റർ ആണ്. കണ്ടോ? അവിടുത്തെ ഒരു കണക്ഷൻ നോക്ക്. 5 അവിടെ 1 കൂടിയിട്ട് 6, 6-ന്റെ കൂടെ 2 കൂടിയിട്ട് 8, 8-ന്റെ കൂടെ 3 കൂടിയിട്ട് 11. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 4 കൂടണം അല്ലെ? അപ്പൊ 11-നോട് 4 കൂട്ടിയാൽ 15. 15-ാമത്തെ ലെറ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? ഓ ആണ്. കിട്ടിയോ?
അടുത്ത് നോക്കുമ്പോൾ ബി, ഇത് രണ്ടാമത്തെ ലെറ്റർ ഇത് നാലാമത്തെ ലെറ്റർ ആണ്, ശരിയല്ലേ? ഇതാരാ? ഇത് ഏഴാമത്തെ ലെറ്റർ ആണ്, ഇത് ഒൻപതാമത്തെ ലെറ്റർ ആണ്. അതിന്റെ ഒരു കണക്ഷൻ നോക്ക്. 2ൽ നിന്ന് 4ലേക്ക് 2 കൂടിയിട്ടാ, 4ൽ നിന്ന് 7ലേക്ക് 3 കൂടിയിട്ടാ, അല്ലെ? 7ൽ നിന്ന് 9ലേക്ക് 2 കൂടിയിട്ടാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി 3 കൂട്ടണ്ടേ? വേണം, അല്ലെ? 9നോട് 3 കൂട്ടിയാൽ 12. 12ാമത്തെ ലെറ്റർ ആരാ? എൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ തൊട്ടടുത്ത ലെറ്റർ സീരീസ് അല്ലെങ്കിൽ ആ തൊട്ടടുത്ത ടേം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ലെറ്റർ ക്യൂ ആണ്, തൊട്ടടുത്ത ലെറ്റർ ഒ ആണ്, അടുത്ത ലെറ്റർ എൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് QOL എന്നെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ഒരു ചോദ്യത്തിന്റെ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഉറപ്പിക്കാം. കാരണം എന്താ അറിയോ? ക്യൂവിൽ തുടങ്ങുന്ന വേറൊരു സെറ്റും അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഓക്കെ, ഇനി ഒറ്റയാൻ ഏത്? ഇതൊരു നല്ല ചോദ്യമായിരുന്നു കേട്ടോ ഈ പരീക്ഷയില്. ഈ ഒറ്റയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൃത്യമായി എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ആൻസർ കീ നമ്മൾ ഫസ്റ്റ് ടൈം പബ്ലിഷ് ചെയ്തപ്പോൾ പോലും നമുക്ക് ആ ആൻസർ കീക്കകത്ത് അന്ന ഉത്തരമായിട്ട് നമ്മൾ എഴുതിയത് ഇതായിരുന്നു, 1089 ആയിരുന്നു. കാരണം ഈ കൂട്ടത്തിൽ ഒരു സ്ക്വയർ നമ്പർ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും PSC കുറച്ച് നീതി പാലിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എടാ ഒറ്റയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓഡ് 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക. 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട്. മൊത്തം 4 സംഖ്യകൾ തന്നാൽ അതിൽ 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട്. ആ സ്വഭാവം ഇല്ലാത്തവനാണ് ഒറ്റയാൻ കേട്ടോ. അങ്ങനെ ഒരു സംഗതി ഇല്ല എങ്കിൽ മാത്രമേ ഒരു പ്രത്യേക സ്വഭാവം ഉള്ളവനെ ഒറ്റപ്പെടുത്താവൂ. ഒന്നുകിൽ 3 സംഖ്യകൾക്ക് അല്ലെങ്കിൽ 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാവുക, ആ സ്വഭാവം ഇല്ലാത്ത ആളിനെ ഒറ്റപ്പെടുത്തുക. അല്ലെങ്കിലോ ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവുക, അവനെ ഒറ്റപ്പെടുത്തുക. ഇതിൽ ഏതാണ് PSC ഇവിടെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. അതാരൊക്കെയാന്ന് വെച്ചാൽ 979 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഇത് 11ന്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അതുപോലെ 1067 എന്ന് പറയുന്ന സംഖ്യ, ഇത് 11ന്റെ മൾട്ടിപ്പിളാണ്. അതുപോലെ 1089 എന്ന് പറയുന്ന സംഖ്യ, ഇതും 11ന്റെ മൾട്ടിപ്പിളാണ്, അല്ലെ? ഇതിൽ 11ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് 875 ആയിരുന്നു. ഇതാണ് PSC നമുക്ക് ആൻസർ കീയിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു ആംഗിളിൽ കൂടി നോക്കുമ്പോൾ ആരൊറ്റപ്പെടും? 1089 ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ 979 എങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾ ആയി എന്ന് നമുക്ക് പറയാം, അല്ലെ? 979നെ എങ്ങനെ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒന്നിടവിട്ട സംഖ്യകൾ 9 9 9 9 എത്രയാ? 18, അല്ലെ? ഈ 18ൽ നിന്ന് 7 കുറയ്ക്കുക. ഇതിനകത്തൊരു മിച്ചം വന്ന നമ്പറിലെ 7, ഇത് കുറയ്ക്കുക. 18ൽ നിന്ന് 7 പോയാൽ നമുക്ക് കിട്ടുന്നത് 11. അപ്പൊ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അടുത്ത നമ്പർ 1089. 11ന്റെ മൾട്ടിപ്പിൾ തിരിച്ചറിയാനുള്ള മാർഗം കേട്ടോ. അപ്പൊ ഒന്നിടവിട്ട സംഖ്യകൾ 1ഉം 8ഉം. 1ഉം 8ഉം എത്രയാ? 1ഉം 8ഉം കൂടെ 9, അല്ലെ? പിന്നെ ഇവിടെ 0 9, അവിടെ എത്രയാ? 9. 9ൽ നിന്ന് 9 പോയാൽ എത്ര കിട്ടി? 0. അപ്പൊ അത് ആരാണ്? 11ന്റെ മൾട്ടിപ്പിളാ. ഓക്കെ, അടുത്തത് 1067. കണ്ടോ, ഒന്നിടവിട്ട സംഖ്യകൾ 1ഉം 6ഉം എത്രയാ? 7. പിന്നെ 0ഉം 7ഉം എത്രയാ? 7. കണ്ടോ, ഇവരെ കുറച്ചാൽ 0. ഇങ്ങനെ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക എടുത്തിട്ട് വ്യത്യാസം എടുക്കുമ്പോൾ ഒന്നുകിൽ 11 കിട്ടണം, അല്ലെങ്കിൽ 0 കിട്ടണം. 11ഓ 0ഓ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിളാ. അങ്ങനെ അല്ലാത്തത് എന്തല്ല? 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 875 എന്ന് പറയുന്ന നമ്പർ എന്തായിരുന്നില്ല? 11ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നില്ല, അല്ലേ? യെസ്. അതുപോലെ ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഡിഗ്രി പ്രിലിംസ് 2024 നടന്ന പരീക്ഷ, ആ പരീക്ഷയിൽ കിട്ടിയ നമുക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സമാന്തര ശ്രേണി. അതിനകത്ത് ഈ ചോദ്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് അന്ന് കഷ്ടപ്പെട്ടതാ, അല്ലെ? ഉത്തരം കണ്ടെത്താൻ ഇതിന്റെ ഒരു ആവശ്യമില്ല. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം എത്ര എന്നാണ്. ഒരു ശ്രേണിയുടെ, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ അതിന്റെ 18ാം പദമാണ് ചോദ്യം, അല്ലെ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ജസ്റ്റ് ആ 7 ഇല്ലേ തന്നിരിക്കുന്ന 7ഉം 11ഉം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 7ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ 18 കിട്ടിയില്ലേ, അല്ലെ? 7ാം പദത്തിന്റെ 7 മടങ്ങും 11ാം പദത്തിന്റെ 11 മടങ്ങും തുല്യമാണെങ്കിൽ 18ാം പദം എത്ര എന്ന് ചോദ്യത്തിന് നിങ്ങൾ അപ്പൊ തന്നെ ഉത്തരം പറയുക 0 കേട്ടോ. 7ാം പദത്തിന്റെ 7 മടങ്ങ് തുല്യം ആരോട്? 11ാം പദത്തിന്റെ 11 മടങ്ങിനോട്. എന്നാൽ 11ഉം 7ഉം 18ാം പദം എന്ന് പറയുന്ന ആരാണ്? 0 ആണ്. ഇവിടെ ഓപ്ഷനകത്ത് 0 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെ ചൂസ് ചെയ്തു? ഇവയൊന്നും അല്ല എന്ന് ചൂസ് ചെയ്തു. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഇത് എഴുതി ചെയ്തേ മതിയാവും. ഇപ്പൊ സപ്പോസ് ഇത് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെങ്കിൽ എഴുതി ചെയ്തോ. ഇപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം എന്ന് പറയുന്നത് എന്താ? a പ്ലസ് 6d എന്ന് എഴുതാമല്ലോ, 7ാം പദം അല്ലെ. അപ്പൊ ഈ a പ്ലസ് 6d എത്ര മടങ്ങ്? 7 മടങ്ങ് അല്ലെ. 11ാം പദം ആരാ? a പ്ലസ് 10d അല്ലേ, അല്ലെ. a പ്ലസ് 6d 7 മടങ്ങും അതുപോലെ a പ്ലസ് 10d 11 മടങ്ങും തുല്യമാണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇത് തുല്യമാണെങ്കിൽ ഇപ്പൊ 7 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണ്. 7 ഇൻറ്റു a എത്രയാടാ? 7a അല്ലെ. 7 ഇൻറ്റു 6 എത്രയാ? 6 7 42d എഴുതാൻ പറ്റുമല്ലോ. ഈക്വൽ ടു 11 കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ 11 ഇൻറ്റു a 11a പ്ലസ് 11 ഇൻറ്റു 10 എത്രയാ? 110d. ഇത്ര എഴുതാൻ പറ്റുമല്ലോ, പറ്റി. ഇനി ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ ഒരു 11a ഉണ്ട്, ഇവിടെ ഒരു 7a ഉണ്ട്. 11aയിൽ നിന്ന് 7a കുറച്ചാൽ എത്ര കിട്ടും? 4a എന്ന് കിട്ടും. അതുപോലെ 110dയിൽ നിന്ന് 42d കുറച്ചാൽ എന്ത് കിട്ടും? 110dയിൽ നിന്ന് 42d കുറച്ചാൽ 68d എന്ന് കിട്ടും. ഇതിന്റെ മൂല്യം 0 ആണ്. കാരണം ഇവരെല്ലാവരും നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പുറത്തെ സൈഡ് സ്വാഭാവികമായിട്ട് എന്ത് 0 ആയി പോകും. ഓക്കെ, ഈ 4a പ്ലസ് 68d എല്ലാത്തിലും 4 ഉണ്ടല്ലോ. അപ്പൊ 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ 4 ഡിവൈഡ് ചെയ്താൽ a മാത്രമേ ഉള്ളൂ. 68നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 17d എന്ന് കിട്ടും. 0നെ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഏത് തന്നെ ഉള്ളൂ? 0 തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി a പ്ലസ് 17d ആരാ? 0. a പ്ലസ് 17d എന്ന് വെച്ചാൽ ആരാണ്? 18ാം പദമാണ് അല്ലെ. 18ാം പദം 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഇവയൊന്നും അല്ല എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. പ്രശ്നമുണ്ടോ? ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങളെ ഒന്ന് കാര്യമായി വിലയിരുത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചില കൺഫർമേഷൻസ് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അവസാനം ഫൈനലൈസ് ചെയ്ത ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചിട്ടാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. തൊട്ട് മുമ്പത്തെ 2 സെറ്റ് പഠിച്ചിട്ട് പോയ നിങ്ങൾക്ക് എന്താണ് അനുഭവം, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതിയവർക്ക് എന്താണ് അനുഭവം എന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ആ പഠിച്ചുകൊണ്ട് പോയ സെറ്റിൽ നിന്നോ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സിൽ നിന്നോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ PSC ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടുത്തെ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യത്തെ ഘട്ടം പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ഉൾപ്പെട്ട ടോപ്പിക്കുകൾ അടുത്ത ഘട്ടത്തിൽ റിപ്പീറ്റ് ചെയ്യാതെ PSC ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ആ 2ാം ഘട്ടത്തിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും അതുപോലെ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യാതെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. 1-2 ടോപ്പിക്സ്, ഇപ്പോൾ സീരീസ്, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് ഒറ്റയാൻ, ഇതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ടോപ്പിക്. മറ്റ് ടോപ്പിക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പരമാവധി മാത്സ് ടോപ്പിക്കുകളെല്ലാം പുതിയത് തന്നെ ഓരോ പരീക്ഷയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തൊട്ട് മുമ്പത്തെ പരീക്ഷയിൽ എന്ത് സംഭവിച്ചു അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഇവിടെ കിടക്കട്ടെ, ഒരു ചോദ്യമെങ്കിലും കിട്ടട്ടെ, അങ്ങനെ പ്രതീക്ഷിച്ച് പോകണ്ട കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകണ്ട. അഥവാ ഇത് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം വന്നാൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കണക്റ്റഡ് ഫാക്ട്സ് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ചിട്ടില്ലാത്ത ടോപ്പിക്കുകൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ച ടോപ്പിക്സ് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് ചെല്ലാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പെടും കേട്ടോ. അപ്പൊ ഇപ്പോ ഈ 3 ഫേസിലും ആവർത്തിച്ച അതേ രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് പരീക്ഷയിലേക്ക് വരുന്നത് എങ്കിൽ ഈ മുൻകാലങ്ങളിൽ നടന്ന അല്ലെങ്കിൽ ഈ 3 ഫേസും അതിലെ ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കും ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് മാത്രം പോവുക. അവിടെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ആളല്ല. പരീക്ഷ കഴിയുന്നത് വരെ തന്നെ ആ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളോ അതിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ സിലബസിൽ നിന്ന് വിട്ട് ഒന്നും വരുന്നില്ല. ചിലപ്പോൾ അങ്ങോട്ട് SCRT-യിലേക്ക് കയറിപ്പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ SCRT ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഏരിയയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഐഡന്റിറ്റീസിൽ നിന്ന് മുൻകാല ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചത് സെറ്റാക്കി വെക്കുക, ടോപ്പിക്കിലൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക, ഒന്ന് റിവൈസ് ചെയ്യുക, പരീക്ഷാ ഹാളിലേക്ക് പോവുക, പെർഫോം ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി പരീക്ഷ എഴുതാനുള്ളവരിൽ എല്ലാവരും നന്നായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി കൂളായി പോയി പരീക്ഷ എഴുതുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും അത് വന്ന വഴിയും ഒക്കെ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതവിടെ ഒരു സൈഡിൽ വെച്ചേക്കൂ കേട്ടോ.
പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത 3 ഫേസിലും കിട്ടാത്ത ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോവാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ ആകെ ഡെസ്പായി പോകും കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും നന്നായി പരീക്ഷ എഴുതിയിട്ട് വരൂ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.